ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് പ്രൊജക്ഷൻസ് എന്നുള്ള ഒരു പോർഷനാണ്. എല്ലാവർക്കും അറിയാം പ്രൊജക്ഷൻസ് എന്നുള്ള പോർഷൻ നമ്മുടെ PSC എക്സാമിന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇത് വളരെ ഈസിയാണ് പഠിക്കുക. അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങും തെറ്റാതെ തന്നെ നമുക്ക് ഈ മാർക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ഈസി മെത്തേഡ് വെച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പം അതെന്താണ് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്? എന്താണ് പ്രൊജക്ഷൻ? നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്, 2D വ്യൂസ് എന്ന് കേട്ടിട്ടുണ്ട്, 3D വ്യൂസ് എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻസ് ആദ്യം പഠിക്കണം അല്ലേ? അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ലൈൻ ഫ്രം ദ ഒബ്ജക്റ്റ് ടു ദ പ്ലെയിൻ. ഒരു ഒബ്ജക്റ്റിനകത്തുനിന്ന് ഒരു പ്ലെയിനിലോട്ട് പതിപ്പിക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്സർവർ ഒരു നമ്മുടെ ആ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന റേസ് എവിടെ പതിയണം? ആ പ്ലെയിനിൽ പതിയണം. അപ്പോൾ ആ പ്ലെയിനിൽ പതിയുമ്പോൾ കാണുന്ന ആ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി നമുക്കറിയാം നമുക്ക് 4 ക്വാഡ്രൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് ആ 4 ക്വാഡ്രൻസ്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പം ഈ ഓരോ ക്വാഡ്രന്റിലും ഒബ്ജക്റ്റ് വരുമ്പം അതിന്റെ പ്ലാൻ എവിടെ വരും, അതിന്റെ എലിവേഷൻ എവിടെ വരും, എങ്ങനെയാണ് ഒരു ഒബ്സർവർ അതിനെ നോക്കുമ്പോൾ അത് കാണുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കണം. അപ്പം നമുക്കിത് ഒന്ന് വരച്ച് പഠിക്കാം. അപ്പം നമുക്കിതാണ് നമ്മുടെ 4 ക്വാഡ്രൻസ്. അപ്പം ഈ ക്വാഡ്രൻസ് ഏതൊക്കെയാ? ഈ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈൻ എന്താണ്? ഇത് HP ആണ്. HP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ. HP ഹൊറിസോണ്ടൽ പ്ലെയിൻ. വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയാം. അതിനെ VP എന്ന് നമ്മൾ പറയും. അപ്പോൾ HP ആൻഡ് VP അത് മനസ്സിലായി. ഇത് ഏത് ക്വാഡ്രന്റാ? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ക്വാഡ്രന്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വാഡ്രന്റ് മാർക്ക് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ മാർക്ക് ചെയ്യാറുള്ളൂ. ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ക്വാഡ്രൻസിനെ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നോക്കിനകത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുമല്ലോ. ഇതേതാണ്? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇത് VP ആണ്, ഇത് HP ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം. ഇതിനകത്ത് ഇത് നോക്കിക്കേ, HP ആണിത്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനകത്ത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പൊ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതിന് മുകളിലാണ്? HP-ക്ക് മുകളിലാണ്, VP-ക്ക് ഫ്രണ്ട് സൈഡിലാണ്. VP-ക്ക് ഫ്രണ്ടിലും HP-ക്ക് മുകളിലുമാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? The object is above HP and in front of VP. In front of VP. അതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്. ഒബ്ജക്റ്റ് HP-ക്ക് മുകളിലും VP-ക്ക് ഫ്രണ്ട് സൈഡിലുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എങ്ങനെ വരും? above HP and behind VP. ഈ VP-ക്ക് പുറകിലത്തെ സൈഡിലാണ്. അപ്പൊ നമുക്ക് അതിനെ ബിഹൈൻഡ് VP എന്നും എഴുതാം. അപ്പം സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും മാത്രമേ above HP വരത്തുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും above HP-യും അപ്പം തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും ബിലോ HP ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ബിലോ HP ആൻഡ് ഇതിന്റെ ബാക്കിലാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ബിഹൈൻഡ് VP. ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഈ ഒരു ലൈൻ, ഈ ഒരു ഫിഗർ വരച്ചിട്ട് നോക്കുവാണെങ്കിൽ എങ്ങും തെറ്റത്തില്ല. ഈ 2 പ്ലെയിൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എങ്ങും മിസ്റ്റേക്ക് വരത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുമ്പോൾ above HP in front of VP. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ above HP behind VP. ഇതിന്റെ behind VP. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ below HP and behind VP. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ below HP and in front of VP. ഇപ്പൊ നമ്മൾ ഇതാണ് അസ്യൂം ചെയ്തേ. ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് വെക്കുക. അപ്പൊ ഇത് ഏതാണ്? ഇത് ഏത് പ്ലെയിനാ? HP. ഇത് VP. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? above HP in front of VP. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ VP-യുടെ പുറവശത്തല്ലേ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റൂ.
അപ്പോൾ എങ്ങനെയാ വരുന്നത്? above HP and behind VP. above HP behind VP. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ എങ്ങനെ വരും? below HP behind VP. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ below HP in front of VP. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തറവാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ HP പ്ലെയിനും VP പ്ലെയിനും. അപ്പോൾ ഒരു ഒബ്സർവർ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കാം. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിനെ വരച്ചു. അപ്പോൾ ഇതിനകത്ത് ഈ ഒബ്സർവർ ഇവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് നോക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിന് നമ്മൾ എന്താ എലിവേഷൻ എന്ന് പറയും അല്ലെ. ഫ്രണ്ട് സൈഡിൽ നോക്കുന്നതിന് എലിവേഷൻ അല്ലെ ഫ്രണ്ട് വ്യൂ. ഇയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാളുടെ ദൃഷ്ടി പതിയുന്നത് എവിടാണ്? ഇവിടാണല്ലോ, ഇവിടാണ് അത് പതിയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് എലിവേഷൻ ആയിരിക്കും. ഇതെന്താണ്? എലിവേഷൻ. അപ്പം ഇതിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒബ്ജക്റ്റിന് നമുക്ക് എ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള എലിവേഷൻ കിട്ടുന്നതിന് നമുക്ക് എ ഡാഷ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണ്? എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇത് ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് എലിവേഷൻ, അതിന് നമ്മൾ എ ഡാഷ് മാർക്ക് ചെയ്തു. അതേ ഒബ്സർവർ മേളിൽ നിന്ന് നോക്കുക. മേളിൽ നിന്ന് നോക്കുന്ന നമ്മൾ എന്താ പറയുന്നത്? അതിന് നമുക്ക് പ്ലാൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ ദൃഷ്ടി എവിടെ വരുന്നത്? മേളിൽ നോക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആയിരിക്കും അതിന്റെ പോയിന്റ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്താ പറയാം? എ എന്നും പറയാം. അപ്പൊ പ്ലാനിനെ എ എന്നും എലിവേഷനെ എ ഡാഷ് എന്നും പോയിന്റിനെ ക്യാപിറ്റൽ എ എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ടോപ്പ് വ്യൂ വരുന്നത് പ്ലാൻ, ഫ്രണ്ട് വ്യൂ വരുന്നത് എലിവേഷൻ. അപ്പൊ ഞാൻ ഈ എലിവേഷൻ എ ഡാഷ് എന്നുള്ളത് ഓർത്തിരിക്കാനായിട്ടൊരു ട്രിക്ക് പറഞ്ഞു തരാം. എ ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എലിവേഷൻ, ഒരു വീടിന്റെ എലിവേഷനൊക്കെ വെക്കുമ്പോഴാണല്ലോ നമ്മൾ അതിന് ഫ്രണ്ടിൽ ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിപ്പം ഒരു വീടാന്ന് വെച്ചു, അതിന്റെ ഡെക്കറേഷൻ കൊടുത്തേക്കുവാണിത്. അപ്പൊ നമുക്ക് എ ഡാഷ് ഇതായിരിക്കും എലിവേഷൻ, ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. സാധാ പ്ലാൻ വരുമ്പോൾ നമ്മൾ വല്ല ഡെക്കറേഷനും അതിനകത്ത് കാണിക്കത്തില്ല. അപ്പം നമുക്ക് അതിനെ എ എന്ന്, ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എ എന്നും കൊടുക്കാം. അത് ഞാൻ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് കാരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നത്. ഇനി നമുക്ക് ഇതേ ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രന്റ് ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തേക്കുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റ് എ ആണ്. ഒബ്സർവർ നോക്കുന്നത് എവിടെ നിന്നാ? ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ എലിവേഷൻ എവിടെ വരും? വേണ്ട, ഇവിടാണ് എലിവേഷൻ വരുന്നത്. അതിന് നമുക്ക് എ ഡാഷ്. മുകളിൽ നിന്ന് നോക്കുന്നതാണല്ലോ പ്ലാൻ. അപ്പം നമുക്കിവിടെ നോക്കുമ്പം ഇത് കണ്ടോ, ഇതൊരു എന്താണ്? ഇവിടെ ഒരു HP പ്ലെയിൻ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കണം? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ വരുന്ന ഇവിടെ ആയിരിക്കുമല്ലോ നമുക്ക് ആ പ്ലാൻ കിട്ടുന്നത് അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എന്തെടുക്കാം? എ എന്നും എടുക്കാം. ഇതാണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അത് പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിനെയും പഠിച്ചു, അപ്പം തേർഡ് ക്വാഡ്രന്റിനെയും പഠിച്ചു. ഇനി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നോക്കാം. കാര്യം പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് ആണ് നമുക്ക് എല്ലാ എക്സാമിനും വരുന്നത്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് വരുമ്പോൾ ഇതാണ് സിമ്പിൾ. തേർഡ് ആംഗിൾ പ്രൊജക്ഷന് വരുമ്പോൾ ഇതാണ് സിമ്പിൾ. ഇതും ചോദിച്ചിട്ടുണ്ട് PSC എക്സാമിന്, അതുകൊണ്ട് ഇത് ബൈഹാർട്ടാക്കി വെക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും വരുമ്പം അതിൻ്റെ ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മാറും. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിനെ നമ്മൾ എ എന്നും ഫ്രണ്ട് വ്യൂവിനെ എ ഡാഷ് എന്നും സൈഡ് വ്യൂവിനെ എ ഡബിൾ ഡാഷ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. എങ്കിലും ഇവിടെ നിന്ന് എഴുതി മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഓരോന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പോയിന്റ് T is 2 cm above HP and 2 cm in front of VP. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞൊരു 4 പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കുക എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പോയിന്റ് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതാണല്ലോ നമ്മുടെ HP പ്ലെയിനും HP ആൻഡ് VP. ഇത് നോക്കിയാൽ അപ്പോൾ ഇത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഈ 4 സൈഡിലുള്ളത് 90 ഡിഗ്രി തന്നെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എ പോയിന്റ് T is 2 cm above HP. ആദ്യം നമ്മളിത് നോക്കാം. എബോ ആൻഡ് ബിലോ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 2 cm above HP എന്ന് പറഞ്ഞാൽ ആദ്യം HP എടുക്കുക. HPക്ക് എബവ്
അതേപോലെ തന്നെ അപ്പം എബോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ക്വാഡ്രന്റ് വരും, അതല്ലെങ്കിൽ ഈ ക്വാഡ്രന്റ് വരും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റേ വരത്തുള്ളൂ എബോ ആവുമ്പോൾ. അപ്പൊ നമുക്ക് പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല, ഇതിന് മുകളിലാന്ന് മനസ്സിലായി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അപ്പൊ വി പിക്ക് ഫ്രണ്ടിൽ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് വി പിക്ക് ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഏത് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് വരുന്നതെന്ന് മനസ്സിലായി? ഈ ക്വാഡ്രന്റിലാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് വരുന്നത് നമുക്ക് മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഡ്രോയിങ്, അതായത് ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ക്വാഡ്രന്റിലാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ക്വാഡ്രന്റ് കണ്ടുപിടിച്ച രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിനെ മാർക്ക് ചെയ്യാം. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് നമുക്ക് ഈ ക്വാഡ്രന്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ 2 സെന്റിമീറ്റർ എബോവ് എച്ച് പി, എച്ച് പിയിൽ നിന്നും 2 സെന്റിമീറ്റർ മുകളിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഗ്രാഫ് പോലെ വരച്ച് കാണിക്കാം, അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് എച്ച് പിയും ഇത് വി പി ആണല്ലോ. അപ്പൊ ഈ ക്വാഡ്രന്റ് മനസ്സിലായി. ഞാൻ ഈ അടുത്ത് മാർക്ക് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇവിടെ നമുക്ക് 1 2 3 4 എന്ന് ഒരു ഗ്രാഫിലെ നമ്പർ ചെയ്യാൻ കൊടുത്തതേ ഉള്ളൂ. 2 സെന്റിമീറ്റർ എബോവ് എച്ച് പി, എച്ച് പിക്ക് മുകളിൽ. അപ്പൊ മുകളിലോട്ട് പോകുന്ന ലൈൻ ഇതാണല്ലോ. അപ്പൊ നമുക്ക് 2 സെന്റിമീറ്റർ, ഇതാണ് ആ ഒരു ലൈൻ വരുന്നത്. ഇത് മനസ്സിലായി. ആൻഡ് 2 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ. അപ്പൊ ഫ്രണ്ടിലോട്ട് പോകുന്ന ലൈൻ ഇതാണ്. അപ്പൊ എത്ര സെന്റിമീറ്റർ? 2 സെന്റിമീറ്റർ. അപ്പം ഈ ലൈനും അങ്ങോട്ട് വരയ്ക്കും. അപ്പൊ ഈ രണ്ട് ലൈനൂടെ മീറ്റ് ചെയ്ത പോയിന്റ് ഏതാ? ഇതാണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ് ടി. മനസ്സിലായല്ലോ? എബോ എന്ന് വരുമ്പോൾ മേളിലോട്ടുള്ള ലൈൻ നോക്കിയാൽ മതി, ഇൻ ഫ്രണ്ട് ഓഫ് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ലൈൻ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റ് കിട്ടി. അപ്പൊ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടുപിടിച്ചു, 2 പോയിന്റും കണ്ടുപിടിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മളിത് എക്സ് വൈ പ്ലെയിനിലോട്ട് കൊണ്ടുവരണം. ഇനി നമുക്ക് അത് നോക്കാം. ഇത് നോക്കിക്കേ, നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ എബോവ് എച്ച് പി, ഇവിടുന്ന് 2 സെന്റിമീറ്റർ മാറിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഇവിടുന്നും 2 സെന്റിമീറ്റർ മാറിയും. അപ്പൊ ഞാൻ ഇവിടെ നിന്നുള്ള 2 സെന്റിമീറ്ററിനെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു, ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള 2 സെന്റിമീറ്ററിന് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എക്സ് വൈ പ്ലെയിനിലാവുമ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ പ്ലെയിൻ മാത്രം, വെർട്ടിക്കൽ പ്ലെയിനെ നമ്മൾ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യില്ല. ഹൊറിസോണ്ടൽ പ്ലെയിനെ മാത്രം നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. എന്താണ്? ഇത് നമ്മുടെ എക്സ് വൈ ലൈനാണ്. ഇത് എക്സ് വൈ ലൈനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. കണ്ടേ, മുകളിലത്തെ പോയിന്റ് നമുക്ക് കിട്ടി, താഴത്തെ പോയിന്റും കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഡയമെൻഷൻ ചെയ്താൽ മതി എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഓർത്താൽ മതി? ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ഇങ്ങനെ അങ്ങ് അത് ക്ലോക്ക് വൈസ് ആയിട്ട് അങ്ങ് ഫോൾഡ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്കിപ്പം എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് 2 സെന്റിമീറ്റർ എബോവ് എച്ച് പി ആണല്ലോ. നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് വരയ്ക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്ന നേരത്തെ ക്വാഡ്രന്റ് കിട്ടില്ല, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഞാൻ അതിപ്പോൾ മാത്രം ഒന്ന് വരച്ചേക്കുക. 2 സെന്റിമീറ്റർ എബോവ്, 2 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ്. ഇപ്പം നോക്കി, നമ്മൾ ഈ നേരത്തെ ഞാൻ കാണിച്ചില്ലേ പേപ്പറിനകത്ത് കാണിച്ച പോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ഞാൻ ഇങ്ങനെ അങ്ങ് മടക്കുക. അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തു. നമ്മൾ ഇതിനെ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിന് താഴെ പോരുമല്ലോ. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങോട്ടും മടക്കും. അപ്പോൾ നമുക്ക് ഏത് പോയിന്റാണ് ഇതിൻ്റെ ഈ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഏത് പോയിന്റും വരും? ഈ ഇൻ ഫ്രണ്ട് ഓഫ്, അതായത് ഈ ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ 2 എന്നുള്ള ഈ പോയിന്റ് നമുക്ക് എവിടെ വരും? ഇവിടുന്ന് ഇവിടെ വരും. അപ്പം ഇത് 2 ആയി, ഇതും 2 ആയി. അതായത് നമുക്ക് പിന്നെ ഏത് പോയിന്റ് ഇല്ല? ഈ പോയിന്റ് ഒന്നുമില്ല. നമുക്ക് പിന്നെ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും മാത്രമേ ഉള്ളൂ. നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പം നമ്മുടെ ഈ ഫ്രണ്ടിലോട്ടുള്ള പോയിന്റ്, ഈ സാധനം, അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ഈ പോയിന്റ് ഈ വന്നല്ലോ. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് ഇവിടോട്ട് വന്നു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെ വരയ്ക്കാം? 2 സെന്റിമീറ്റർ എബോവ് ആൻഡ് 2 സെന്റിമീറ്റർ ബിലോ. ഇതെത്ര? ഇത് ഡയമെൻഷൻ ചെയ്യണം. 2 സെന്റിമീറ്റർ, ഇതെത്ര? 2 സെന്റിമീറ്റർ. ഡയമെൻഷൻ ചെയ്യുമ്പം ജസ്റ്റ് മാറ്റി തന്നെ ഡയമെൻഷൻ ചെയ്യണം. ഇങ്ങനെ വന്നു. ഇനി അടുത്തത് ഇതായിരുന്നു നമ്മുടെ തേർഡ് പോയിന്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ മാർക്ക് ചെയ്യണം, ഏതൊക്കെ പോയിന്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം കിട്ടിയ പോയിന്റ് ഏതാണ്? അത് നമുക്ക് പി ആണെന്നറിയാം. എലിവേഷൻ എന്ന് പറയുമ്പോൾ ഏത് വരും? അത് ഫ്രണ്ട് സൈഡ് വ്യൂവിൽ വരുന്നത്. അത് ഏതായിരിക്കും നമുക്ക് വരുന്നത്? പിന്നെ ടി ഡാഷ് എന്ന് വരും അല്ലേ? ടി ഡാഷ് എന്ന് വരും. പ്ലാൻ ഏത് വരും? ടി എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ് ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് സമ്മായിട്ട് ഇങ്ങനെ അടുത്ത സം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ഇത് ഈ 4 പോയിന്റ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പോയിന്റ് ആർ ഈസ്
12 സെന്റിമീറ്റർ എബവ് എച്ച് പി ആൻഡ് 20 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമ്മൾ ആദ്യം എന്താ കാണേണ്ടത്? ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്വാഡ്രന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ക്വാഡ്രന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് എച്ച് പി, ഇത് വി പി. 12 സെന്റിമീറ്റർ എബോ എന്ന് വരുമ്പോൾ എച്ച് പിക്ക് മുകളിലാണ്. അപ്പം ഈ രണ്ട് ക്വാഡ്രന്റിൽ ഏതോ ഒരു ക്വാഡ്രന്റാണ് വരുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അപ്പം ഫ്രണ്ട് സൈഡ്. നമുക്ക് ആദ്യം ക്വാഡ്രന്റ് കിട്ടി. ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. നമുക്ക് ഇത് കിട്ടി. സെക്കൻഡ് നമ്മൾ ഇനി പോയിന്റ് മാർക്ക് ചെയ്യാൻ പോകുന്ന അതിനകത്ത് എങ്ങനെ? ആർ ഈസ് 12 സെന്റിമീറ്റർ എബോ എച്ച് പി. എച്ച് പിയിൽ നിന്ന് മുകളിലോട്ട് 12 സെന്റിമീറ്റർ മാറിയും ആൻഡ് 20 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് ഇവിടുന്ന് 12 സെന്റിമീറ്റർ മാറിയും ഫ്രണ്ടിലോട്ട് 20 സെന്റിമീറ്റർ മാറിയും നമുക്കൊരു പോയിന്റ് വന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ നമ്മുടെ പോയിന്റ് ഇതാണ്, മീറ്റ് ചെയ്ത പോയിന്റാണ് നമുക്ക് ആർ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റും കിട്ടി. അടുത്ത ഇനി എന്താ? ഇനി നമുക്ക് ഇതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അതായത് റൊട്ടേറ്റ് എച്ച് പി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ഈ എച്ച് പിയെ ഞാൻ ഇനി ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ എച്ച് പി പോരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡയമെൻഷൻ എത്ര? 20. അപ്പോൾ ആ 20 അതിൻ്റെ കൂട്ടത്തിൽ പോരുന്നു. ഇവിടെ എത്ര? 20. നമുക്കെല്ലാം കിട്ടിയല്ലോ. ഇനി എന്തോ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം ഈ 20 ആണ് ഈ വന്നേക്കുന്നത്. ഒരിക്കലും ഈ 20 അല്ല ഈ 12 എഴുതരുത്. നമ്മുടെ എച്ച് പിക്കകത്തുള്ളത് ഫ്രണ്ടിലോട്ട് വരുന്ന പോയിന്റാണ് എച്ച് പിയിലുള്ളത്. ആ പോയിന്റ് തന്നെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ഇവിടെ വരുന്നത്. നമുക്കിവിടെ 20 കിട്ടി. ഇനി നമുക്കിതിനെ എക്സ് വൈയിലോട്ട് മാർക്ക് ചെയ്യാം. അപ്പം എങ്ങനെ എക്സ് വൈയിലോട്ട് മാർക്ക് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു. ഇത് 12, താഴോട്ട് 20. നമുക്കിവിടെ 20 സെന്റിമീറ്റർ, ഇത് 12 സെന്റിമീറ്റർ. ഇത് രണ്ടും നമുക്ക് പോയിന്റ് കിട്ടും. ഇനി നമ്മൾ ഏതാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഏതാ വരുന്നത്? അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് ഇവിടെ നിന്നേക്ക് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതായത് വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് ഈ 12 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കും? ആർ ഡാഷ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് ഇവിടെ വരത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ആർ എന്ന് കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ മാർക്ക് ചെയ്ത പോയിന്റ്സ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ് അതിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തു, മൂന്നാമത് ഈ ഒറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ എക്സ് വൈ പ്ലെയിനിലോട്ട് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെ എലിവേഷനും പ്ലാനും ഏതാ നോക്കിയിട്ട് അതിന് നെയിം കൊടുത്തു. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് വരും. പ്ലാൻ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നതാണ് ആ പ്ലാനായിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നതാണ് പഠിച്ചത്. ബാക്കി ഇന്നിപ്പോൾ പഠിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ചിട്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പ്രൊജക്ഷൻസ് പോയിന്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പം നമ്മൾ 2 സം ചെയ്തത് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി 3 ക്വാഡ്രന്റിലും വരുന്ന പോയിന്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പം ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം പറഞ്ഞത്. നിങ്ങൾക്ക് 100% ഇതിനകത്ത് മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഈ 4 പോയിന്റ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും തെറ്റ് വരത്തില്ല. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സിവിൽ സ്ക്രീൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊജക്ഷൻ്റെ അടുത്ത പോർഷനുമായിട്ട് വീണ്ടും കാണാം.